ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതേ നമ്മളിവിടെ താമരയുടെ ട്യൂബർ വാങ്ങി ട്യൂബർ നട്ട് പൂവായ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതന്നിരുന്നു. അപ്പം ഇനി നമുക്ക് ഈ ട്യൂബർ എങ്ങനെ മണ്ണിൽ നട്ട് നമുക്ക് എങ്ങനെയാണ് താമര നടുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോണത്. എൻ്റെ താമര നട്ട പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കണ കുഞ്ഞിപ്പാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവരൊക്കെ. കുഞ്ഞിപ്പാക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കുക, ഇവർക്ക് വെള്ളം കൊടുക്കുക, ഇതൊക്കെയാണ് പണി. മൈനകളാണ് ഇട്ടാ. ഇപ്പം ഇത് മൈനുണ്ട്, കൊക്കുണ്ട്, പിന്നെ നമ്മളെ ചെമ്പോത്തില്ലേ അതൊക്കെ ഉണ്ടിട്ട് വെള്ളം കുടിക്കാൻ വരുന്നേ. അപ്പം അവർക്കൊക്കെ ഫുഡും കൊടുക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ പിങ്ക് താമര പൂവ്. അടിപൊളിയല്ലേ, സെറ്റ് പൂവല്ലേ കാണാൻ. ഇത് പിങ്ക്. ഇനി നമുക്കൊരു ലൈറ്റ് റോസും കൂടി ഉണ്ട്. ഇത് വൈറ്റും അല്ല, ലൈറ്റ് റോസും അല്ല, എന്നാ അങ്ങനത്തെ ഒരു കളറിലാട്ട. അപ്പം അതേ താമര നടന്ന A to Z കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഡബയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫഞ്ചിസൈഡാണ് കേട്ടോ ആഡ് ചെയ്യണത്. റിവൈവ് എന്നാണ് ഈ ഫഞ്ചിസൈഡിൻ്റെ പേര്. റിവൈവ് 750 കേട്ടോ ഇതിന് പേര്. അപ്പം ഞാൻ വാങ്ങാൻ ചെന്നപ്പോൾ എനിക്ക് അവർ തന്നത് ഇതാണ്. പഞ്ചിസൈഡ് ചോദിച്ചപ്പോൾ പഞ്ചിസൈഡിൽ മുക്കി വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ മുക്കി വെച്ച സാധനം ഒന്നും കൂടി ഹെൽത്തി ആവട്ടെ. അതിനാണ് ഞാൻ ഈ ഫഞ്ചിസൈഡ് കലക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ഫഞ്ചിസൈഡ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഈ താമര വിത്ത് ഇതിൽ മുക്കി വെക്കണത് കേട്ടോ. നിങ്ങളെ സൗകര്യമാണോ, നിങ്ങൾക്ക് കുറച്ചുള്ളെങ്കിൽ കുറച്ച് കലക്കിയാൽ മതി, അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടെ. ഇതിപ്പോൾ ഞാൻ കലക്കി നല്ലോണം കട്ടടച്ച് കലക്കിയതിന് ശേഷം നമ്മുടെ ട്യൂബറില്ലേ, ട്യൂബർ അതിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ട്യൂബർ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ എനിക്കൊരു താമരൻ്റെ പോട്ടുണ്ട്. ആ പോട്ടിലാണ് ഞാൻ ഈ പിന്നെ വിത്ത് ട്യൂബർ ഇട്ട് വെച്ചിരുന്നത്. 4 എണ്ണമാണ് കേട്ടോ. 4 ട്യൂബറാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇപ്പം ഈ ട്യൂബറിൻ്റെ ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും കേട്ടോ. ആ ബ്ലാക്ക് കളറില്ലേ, ഇത് ഞാൻ അങ്ങനെ കൈകൊണ്ട് കാണിക്കണേ. ആ ബ്ലാക്ക് കളറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണ്ട ട്യൂബർ വെള്ളത്തിലിട്ട് കൊടുക്കാൻ. വെള്ളത്തിലല്ല നമ്മൾ ഈ ഫഞ്ചിസൈഡിൽ ഇട്ട് കൊടുക്കണം. അതെന്താ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ നമ്മളതിൻ്റെ ഇനി ഫംഗസ് വന്ന് ചീത്തയാവാതെക്കാനാണ്. അപ്പോൾ വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അവിടുന്ന് മുള വരാനും പിന്നെ വേര് വരാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പം നമ്മൾ ഓരോന്നും അങ്ങനെ അതിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ചീഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടും കൂടിയാണ് ഞാൻ ഈ ഫഞ്ചിസൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. ആ ബ്ലാക്ക് കളറൊക്കെ നല്ലോണം വരുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ച് പൊട്ടിച്ച് വേസ്റ്റൊക്കെ കളഞ്ഞ് പൊട്ടിച്ച് ആ ട്യൂബർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ആ ട്യൂബറിന് ചെറിയ കുഞ്ഞു ഇലകൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതാട്ടോ. എന്താ ഞാൻ അതിൻ്റെ ഗ്യാപ്പ് ആ താഴെ ഭാഗമൊക്കെ കുറച്ചിങ്ങനെ നാശമായി വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒക്കെ ക്ലീൻ ചെയ്ത് നല്ലോണം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഈ ഫഞ്ചിസൈഡിൽ മുക്കി വെച്ചിട്ട് ഒരു 2 അവർ വെച്ചോ. 1 അവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 അവർ വെച്ചാലും ഇനി സമയം ഏറി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മുക്കി അവിടെ വെച്ചു കൊടുത്താൽ മതി. മൊത്തം ഇവിടെ ഫഞ്ചിസൈഡിൽ കിടക്കട്ടെ കേട്ടോ. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാടത്തുനിന്ന് പോയിട്ട് കുറച്ച് മണ്ണൊക്കെ വാരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂരിയാട് പാടത്ത് പോയിട്ടാണ് വാരി കൊണ്ടുവന്നത്. ഭയങ്കര റിസ്ക് ആട്ടോ പാടത്തു നിന്നൊക്കെ മണ്ണെടുത്ത് കൊണ്ടുവച്ചാൽ. കുറച്ച് ചാക്കിലാണ് ഞാൻ മണ്ണ് കൊണ്ടത്, കണ്ടില്ല നിങ്ങൾ ചാക്കിൽ മണ്ണിരിക്കണത്. അപ്പം അതേ നമുക്ക് പോട്ടിലോട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാം. എല്ലുപൊടിയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എല്ലുപൊടിയാണ് നമ്മുടെ പോട്ടിലിട്ട് കൊടുത്തേക്കുണ്ട് കേട്ടോ. 1 കിലോ എല്ലുപൊടി കൊടുത്തിട്ട് ഞാൻ 4 പാത്രത്തിൽ 4 എണ്ണത്തിലാണ് ഇട്ട് കൊടുത്തത്. 4 പോട്ടിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 1/4 കിലോ വെച്ചാവും 4 എണ്ണത്തിക്കാക്കി. പിന്നെ അതിലേക്ക് ഞാൻ ചാണകം അത്യാവശ്യം കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇത് പൊടിച്ചാണകമാണ് കേട്ടോ, പച്ചച്ചാണകമല്ല. ഇങ്ങനെ ഉണക്കിയിട്ട പൊടിച്ചാണകം നമ്മൾ വാങ്ങിച്ചതായിരുന്നു. ആ വാങ്ങിച്ച ചാണകം ഞാൻ 4 പോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലോണം എല്ലുപൊടിയും ചാണകം കൂടി മിക്സ് ചെയ്യുക. ഈ ചാണകത്തിൽ കുറച്ച് കല്ലധികം കേട്ടോ. അപ്പം ഞാൻ ആ കല്ലൊക്കെ ഇങ്ങനെ പെറുക്കി ഒഴിവാക്കണേ. നമ്മൾ വാങ്ങിച്ചതല്ലേ, പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല. അപ്പോൾ അത് കൂടുതലായിട്ട് അതിലിങ്ങനെ മിക്സായി കിടക്കേണ്ട വിചാരിച്ചിട്ട് കല്ലെപ്പോഴും നമ്മൾ താമര നടുമ്പോൾ കല്ലെപ്പോഴും നമ്മൾ ഒഴിവാക്കിയെടുക്കണം. കല്ല് താമരക്ക് നല്ലതല്ല. ചളി പോലുള്ള മണ്ണാണ് ചളിയായിട്ട് ഇങ്ങനെ നിൽക്കണം. അതാണ് താമരയ്ക്ക് എപ്പോഴും വളമായിട്ട് കിടക്കുക. അങ്ങനെ ഇത് ഒന്നിച്ച് ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മണ്ണ് ആഡ് ചെയ്യണം. കല്ലൊക്കെ പെറുക്കിയിട്ടതിന് ശേഷം ഞാനിതിലോട്ട് മണ്ണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആഡ് ചെയ്യണത് നമ്മളെ പാടത്തെ
ചളിയാണ് കേട്ടോ. ആദ്യം കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ പാടത്തെ ചളി ഇട്ടിട്ട് സെറ്റാക്കണേ. പാടത്തെ ചളി അതിൽ കൊട്ടി കൊടുക്കണേ. കുറച്ച് മണ്ണ് നമ്മൾ സാധാ മണ്ണും പാടത്തെ ചളിയും കൂടി ഇടാം. പാടത്തെ ചളി ഒറ്റക്കാലും കുഴപ്പമൊന്നുമില്ല. സാധാ മണ്ണ് ഇപ്പം എല്ലാവരും പറയും പാടത്തെ ചളിയൊന്നും വേണ്ട, സാധാ മണ്ണ് തന്നെ മതിയെന്ന്. ഞാനിന്നാലും പാടത്തെ ചളി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കണ്ട, നമ്മൾ ആറ്റുന്നൊറ്റൊരു സംഭവം ഉണ്ടാവില്ലേ വിചാരിച്ചുകൊണ്ട് പാടത്തെ ചളിയും കൊണ്ടുവന്നിട്ടാണ്. സംഭവം ശരിയാണ്, എനിക്കുണ്ടായി, എന്തായാലും സെറ്റായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണും കുറച്ചെടുത്ത് അടിയിലിട്ട് കൊടുത്ത് അതിൻ്റെ മേലെ പാടത്തെ ചളി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ നല്ലോണം അത് മിക്സ് ആക്കി കൊടുക്കണേ. നല്ല റിസ്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാമായിരിക്കും. ഗ്ലൗസ് ഇട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ ഒക്കെ ഇതാക്കി. അപ്പോൾ പാടത്തെ മണ്ണിലുണ്ട് കുറേ വേസ്റ്റൊക്കെ, അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടാണ്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചതല്ല, ഇത് നമ്മൾ പിന്നെ ഈ മണ്ണിലുണ്ടായ വെള്ളം നമ്മൾ കൊട്ടിയപ്പോൾ ഒന്നിച്ച് വെള്ളം ആയതാണ്. അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അതിൻ്റെ കൂട്ടത്തിലൂടെ കൂട്ടിക്കാണ്ട് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പോട്ട് നിറയെ മണ്ണായിട്ടുണ്ട്, 2 മണ്ണും കൂടി നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിലോട്ട് ട്യൂബർ വെച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ ട്യൂബർ എന്തായാലും വെള്ളത്തിലിട്ടിരിക്കല്ലേ, ആ ട്യൂബർ ഇതാ കല്ലൊക്കെയാണ് ഞാൻ ഒഴിവാക്കുന്നത്. കല്ല് എപ്പോഴായാലും നമ്മൾ മണ്ണെടുക്കുമ്പോൾ എന്തായാലും കല്ലുണ്ടാവും. കല്ലൊക്കെ ഒഴിവാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് കല്ലൊക്കെ മാറ്റി കൊടുക്കണേ. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു, നമ്മൾ ചളിയൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല മേലെ നല്ല ഉറച്ച പോലെ ഞാനിപ്പോൾ അവിടെ തേമ്പി പിടിപ്പിക്കുന്നുണ്ടില്ല, അതേപോലെ നമ്മൾ നല്ലോണം സെറ്റാക്കി ഇങ്ങോട്ട് പാത്രത്തിൽ അമ്പിച്ച് വെച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ, അപ്പം എന്താ ഈ ചെളിയായി കിടക്കണം, അതാണ്. എന്നിട്ട് വേണം നമ്മൾ ഈ ട്യൂബർ വെച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതാ ട്യൂബർ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്യൂബറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ട്യൂബർ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചാലാക്കി വെച്ചു കൊടുക്കണം കേട്ടോ. ചാല് കണ്ടില്ലേ, ചാല് പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണത്. ഒരു ഗ്യാപ്പാണ് ആ ട്യൂബർ വെക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു ഗ്യാപ്പാണ് ഇട്ട് കൊടുത്തത്. ട്യൂബറിൻ്റെ പിന്നെ മേലത്തെ ആ ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഇതില്ലേ, നമ്മളെ ഇല വരുന്ന ആ മുകളം, അതൊക്കെ മേലെ പൊന്തിക്കെടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ ആ മൊട്ടുകളൊക്കെ, ഇല വരുന്ന ഭാഗങ്ങളൊക്കെ മേലെ പൊന്തി വന്നിട്ട് വേണം നമ്മളത് വെച്ചു കൊടുക്കാൻ. ആ ട്യൂബർ വെക്കണോടത്ത് നമ്മളൊരു ചെറിയ ചാലുമായിരി ഇങ്ങനെ ആക്കി കൊടുക്കണം, എന്നാലാണ് നമ്മൾ അതിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് സുഖം. പിന്നെ ട്യൂബർ പൊന്താതിരിക്കാൻ നമ്മൾ ആ 2 ഭാഗത്തും പിന്നെ മണ്ണ് വെച്ചു കൊടുക്കണം കേട്ടോ. പൊന്തി പോവാതിരിക്കാൻ, വെള്ളത്തിൽ പൊന്തി നിൽക്കാതിരിക്കാൻ മണ്ണിലോട്ട് പൂത്തി തന്നെ വെച്ചു കൊടുക്കണം. മണ്ണിലോട്ട് അമർത്തി വെച്ചു കൊടുക്കണം. അതാ നമ്മളിതാ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത്. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി ചാടും വിചാരിച്ചിട്ട് ഇല വെച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മളെ താമര ഫസ്റ്റ് മുട്ടിട്ട സമയം. ചെറിയ കിളർപ്പൊക്കെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു, അതൊന്നും ഞാൻ വെച്ചിട്ടില്ല, വീഡിയോ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ട്. ഇത് വലിയ മുട്ടായി, ഫസ്റ്റ് ചെറിയ മുട്ടായി, പിന്നെ വലിയ മുട്ടായി വന്ന് ഇപ്പോൾ നമ്മുടെ താമര വിരിയാറായിട്ടുണ്ട് കേട്ടോ. അതാ ഏറ്റവും ലാസ്റ്റിൻ്റെ കൈക്കുമ്പിളിൽ കൊള്ളാത്ത അത്രയായി, പിന്നെ താമരയുടെ മുട്ട്. അപ്പോൾ നമ്മുടെ താമര വിരിഞ്ഞിട്ടുണ്ട്. ഇത് പിങ്ക് കളറിലാണ് വിരിഞ്ഞത്. ഇത് നല്ലൊരു കളറല്ലേ, അടിപൊളി കളറാണ്. നെക്സ്റ്റ് നമുക്ക് വിരിഞ്ഞത് ലൈറ്റ് റോസ് ആണ്. ലൈറ്റ് റോസ് നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള പൂവൊക്കെ ആയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ താമരയുടെ A to Z കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്യണം. എന്നെ സപ്പോർട്ട് കൂടി ചെയ്തു തരുന്നേ. ആരും സപ്പോർട്ട്